മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ഒരു വ്യക്തി, അദ്ദേഹം എനിക്കൊരു ക്ഷണക്കത്ത് വാട്സപ്പിലൂടെ അയച്ചിരിക്കുന്നതാണ്. മാതൃകാപരമായിട്ടുള്ളൊരു പിതാവ്, മാതൃകാപരമായിട്ടുള്ള മാതാപിതാക്കള് മകളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്ഷണക്കത്ത്. അത് ഞാൻ അദ്ദേഹത്തിനോട് പെർമിഷൻ ചോദിച്ചിട്ടില്ല, ഞാനിത് യൂട്യൂബിൽ കൊടുത്തോട്ടെ എന്ന്. അതുകൊണ്ട് ഞാൻ അതിലെ ആരുടെയും പേര് വായിക്കുന്നില്ല. എൻ്റെ മകൾ പേരുണ്ട്, വിവാഹിതയാവുകയാണ്. അവളോടൊപ്പം സിവിൽ സർവീസ് അക്കാദമിയിലെ ട്രെയിനിങ്ങിൽ കൂടെയുള്ള വ്യക്തിയാണ് വരൻ. ആ വ്യക്തിയുടെ പേരുണ്ട്, ഞാൻ പറയുന്നില്ല. അത് ബീഹാറിലെ ഒരു ഗ്രാമത്തില് വളർന്ന ഒരു ഡോക്ടറിന്റെ മകനാണ് ഇദ്ദേഹം. ഡോക്ടറുടെ പേരുണ്ട്, ഗ്രാമത്തിന്റെ പേരുണ്ട്, അത് ഞാൻ പറയുന്നില്ല. ബീഹാറില് ഉള്ള വ്യക്തിയെയാണ് വിവാഹം ചെയ്തത്. പരസ്പരം മനസ്സിലാക്കുകയും പ്രണയിക്കുകയും ചെയ്ത കുട്ടികളെ ഒന്നിപ്പിക്കുവാൻ രണ്ട് കുടുംബങ്ങളും ഒന്നിച്ച് സമ്മതം നൽകുകയാണ്. മകളുടെ വിവാഹത്തിന് വലിയ കല്യാണ മണ്ഡപവും കമാനവും ആർഭാടവും സ്വർണവും ശ്രീധനവും വിരുന്ന് സൽക്കാരങ്ങളും എല്ലാം ഒഴിവാക്കി ഒരു ലളിതമായ ചടങ്ങ് മതി എന്നത് എൻ്റെ എക്കാലത്തെയും ആഗ്രഹമായിരുന്നു. എൻ്റെ ഭാര്യ പൂർണ്ണ സമ്മതം, ഭാര്യയുടെ പൂർണ്ണ സമ്മതം കൂടിയായപ്പോൾ ധൈര്യമായി. ഭാര്യയുടെ പേരുണ്ട്, ഞാനത് പറയുന്നില്ല. എൻ്റെ വീട്ടിലെ ചെറിയ പൂജാമുറിയിൽ വെച്ച് അവർ വിവാഹിതരാകും. ഏതൊരു പിതാവിനെയും പോലെ മകളുടെ കല്യാണ ചിലവുകൾക്കായി വർഷങ്ങളായി സ്വരൂപിച്ച തുക 20 നിർധനരായ വിദ്യാർത്ഥികൾക്ക് അടുത്ത 4 വർഷത്തേക്കുള്ള വിദ്യാഭ്യാസ ചിലവുകൾക്കായി മാറ്റിവെക്കുന്നു. ഞാൻ പഠിച്ച മോഡൽ സ്കൂളിലെയും പ്രീ ഡിഗ്രിക്ക് പഠിച്ച ഗവൺമെന്റ് ആർട്സ് കോളേജിലെയും TKM എഞ്ചിനീയറിംഗ് കോളേജിലെയും പ്രിൻസിപ്പാൾമാരെ ഈ തുക വിവാഹത്തിന് മുമ്പ് ഏൽപ്പിക്കും. മെയ് 13, 14, 15 തീയതികളിൽ ഇവർ തമ്മിലുള്ള വിവാഹം നടന്നതിന് ശേഷം ഞങ്ങൾ വീട്ടിലുണ്ടാകും. താങ്കളുടെ സൗകര്യമനുസരിച്ച് ഏതെങ്കിലും ഒരു ദിവസം രാവിലെ 9 മുതൽ 12:30 വരെയും അല്ലെങ്കിൽ വൈകിട്ട് 4:30 മുതൽ 9 വരെയും കുടുംബത്തോടെയും വീട്ടിൽ വന്ന കുട്ടികളെ അനുഗ്രഹിക്കണം. സമ്മാനമൊന്നും കൊണ്ടുവരരുത്. 2 കൈയും തലയിൽ വെച്ച് മക്കളെ അനുഗ്രഹിച്ചാൽ മാത്രം മതി. എന്നെ ഏറെ സ്നേഹിക്കുന്ന താങ്കൾ വീട്ടിലെ എല്ലാവരെയും കൂട്ടി തീർച്ചയായും വരണം. വിവാഹത്തിന്റെ സന്തോഷം പൂർത്തിയാകാൻ താങ്കളുടെ സാന്നിധ്യം കൂടിയേ തീരൂ. വരണം, ഞങ്ങൾ കാത്തിരിക്കും. പിന്നെ പേര് ധന്യമായിട്ടുള്ളൊരു കത്തായിട്ട് എനിക്ക് തോന്നി. യഥാർത്ഥത്തില് കോടികൾ മുടക്കിയിട്ട് വിവാഹം നടത്താൻ സൗകര്യമുള്ള വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളെ ക്ഷണിക്കുകയാണെങ്കിൽ ആരാധ്യനായ പിണറായി വിജയൻ മുതൽക്ക് ശ്രീ ഉമ്മൻചാണ്ടി മുതൽക്ക് രമേശ് ചെന്നിത്തല മുതൽക്ക് ജില്ലാ കളക്ടർമാർ മുതൽക്ക് കേന്ദ്രമന്ത്രിമാർ മുതൽക്ക് എല്ലാവരും വരാൻ എല്ലാവിധത്തിലും എത്തുമെന്ന് ഉറപ്പുള്ള ഒരു വ്യക്തി ഒരാഡംബരവും ഒരു ആഘോഷവും ഇല്ലാതെ വീട്ടിലെ പൂജാമുറിയിൽ ഇത് നടത്തുകയാണെന്നും എല്ലാം പറഞ്ഞപ്പോ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ പേര് പറഞ്ഞില്ല. ധന്യമായിട്ടുള്ള ഒരു ക്ഷണക്കത്ത്, ധന്യമായിട്ടുള്ളൊരു വീക്ഷണം, ധന്യമായിട്ട് ആ കുടുംബാംഗങ്ങൾ ഇത് സമ്മതിക്കുക, ധന്യമായിട്ട് അവർ ഒത്തുചേരുക. വളരെ ഉയർന്ന പദവിയിലുള്ളവരാണ് മകളും മരുമകനാകാൻ പോകുന്നവരും. ഏതായാലും കലാകാരന്റെ നിലയിലും സാമൂഹിക പ്രവർത്തകന്റെ നിലയിലും കേരളത്തിന്റെ സംഭാവനയായിട്ട് ലോകത്തിലെത്തുന്ന ഈ വ്യക്തിയുടെ മകളുടെ വിവാഹം ഇത്ര ധന്യമായി നടത്താൻ തീരുമാനിച്ച് ഇങ്ങനെ ഒരു ക്ഷണക്കത്ത് അയച്ചു തന്നതിന് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ള സംതൃപ്തിയുണ്ട്.
തീർച്ചയായിട്ടും ഞങ്ങൾ വരുന്നുണ്ടാവും. മാത്രമല്ല, ഇത് വായിച്ചു മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു അവസരം ലഭിച്ചതിൽ ജനങ്ങൾ ഈ രീതിയിലും ചിന്തിക്കുന്നുണ്ട് എന്ന് ലോകത്തെ അറിയിക്കാനും, ഈ മാതൃക 1% വ്യക്തികളെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ അത് ഈ വ്യക്തി സമൂഹത്തിന് നൽകുന്ന മാതൃകാപരമായിട്ടുള്ള ശിക്ഷണം ആണ്, അറിവാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ വ്യക്തിക്കും ആ വ്യക്തിയുടെ കുടുംബാംഗങ്ങൾക്കും ഭാവി വരനും വരന്റെ കുടുംബാംഗങ്ങൾക്കും അദ്ദേഹത്തിന് ചുറ്റും ഇങ്ങനെ തന്നെ നടത്തുന്നത് നല്ലതാണെന്ന് ഉപദേശിച്ച വ്യക്തികൾക്കും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരുന്ന വ്യക്തികൾക്കും എല്ലാം തലയ്ക്ക് കൈവച്ച് പൂജാമുറിയിൽ വിവാഹിതരാവുന്ന അവരെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ ആ വലിയ ആത്മീയ മനസ്സ്, പ്രായോഗിക ആത്മീയതയുടെ മനസ്സിന്റെ ഉടമയ്ക്കും പ്രണാമം, നമസ്കാരം.